ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളത്തിന്റെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയുടെയും ലാലേട്ടന്റെയും ഏറ്റവും പുതിയ നേട്ടത്തെക്കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തുടരും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയല്ല 200 കോടി കളക്ഷൻ പിന്നിട്ട സിനിമയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് അല്ല, വേൾഡ് വൈഡ് ഷെയർ കളക്ഷനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം ഒരു മലയാളം സിനിമയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ലഭ്യമാകുന്ന സിനിമയായിട്ട് തുടരും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. 200 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് പിന്നിട്ട സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ഇപ്പോഴത്തെ 88 കോടി പിന്നിട്ടിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെയോ നാളത്തെയോ കളക്ഷനോടെ 90 കോടിയിലധികം സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ പിന്നിടും എന്ന കാര്യത്തിൽ ഇനി സംശയമൊന്നും തന്നെയില്ല. നിലവിലെ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ലഭ്യമായ സിനിമ ഏറ്റവും അവസാനമായിട്ട് മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ആണ് പിന്നിട്ടിരിക്കുന്നത്. പലരും കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിലെല്ലാം തന്നെ ചോദിക്കുന്ന കാര്യമാണ്, മഞ്ഞുമൽ ബോയ്സിന്റെ ഫൈനൽ ഗ്രോസ് തുടരും മറികടക്കുമോ ഇല്ലയോ എന്ന്. ഇപ്പോഴത്തെ ഗ്രോസ് മറികടന്നില്ല എങ്കിൽ പോലും സിനിമയുടെ ഫൈനൽ ഷെയർ തുടരും നിസ്സാരമായിട്ട് മറികടന്നിരിക്കുകയാണ്. 240 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഫൈനൽ ഗ്രോസ് വന്നെങ്കിലും മഞ്ഞുമൽ ബോയ്സിന് വേൾഡ് വൈഡ് ഫൈനൽ ഷെയർ, അതായത് നിർമ്മാതാവിന് ലഭ്യമാകുന്ന തുക 100 കോടി കടത്താനോ 90 കോടി കടത്താനോ ഒന്നും തന്നെ കഴിഞ്ഞില്ല. 86 കോടി 50 ലക്ഷത്തിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഷെയർ. ആ ഷെയർ കളക്ഷനാണ് ഇപ്പോഴത്തെ 88 കോടിയിലേക്ക് എത്തപ്പെട്ടതോടെ തന്നെ തുടരും മറികടന്നിരിക്കുന്നത്. ഇനി മലയാളത്തിൽ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ലഭ്യമായ ഒന്നാമത്തെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അത് ലാലേട്ടന്റെ തന്നെ സിനിമയാണ്, എമ്പുരാനാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച സിനിമയുടെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അതുപോലെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ് സിനിമയുടെ ഫൈനൽ ഷെയർ. അത് പ്രകാരം 265 കോടി രൂപയ്ക്ക് മുകളിലെ ഫൈനൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്ത എമ്പുരാൻ 115 കോടി ഫൈനൽ വേൾഡ് വൈഡ് തിയേറ്റർ ഷെയർ ആണ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ എമ്പുരാൻ തൊട്ട് താഴെ തുടരും എന്ന സിനിമ 88 കോടിയുമായിട്ട് നിലവിൽ എത്തപ്പെടുമ്പോൾ ലാലേട്ടൻ വേഴ്സസ് ലാലേട്ടൻ മത്സരമാണ് ഷെയറിന്റെ കാര്യത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ രണ്ട് സിനിമകളുടെ ഷെയർ മാത്രം നോക്കുകയാണെങ്കിൽ 200 കോടി രൂപയ്ക്ക് മുകളിലെ ലാലേട്ടൻ കഴിഞ്ഞ 50 ദിവസത്തിനിടയിൽ ഗ്ലോബൽ തിയേറ്റർ ഷെയർ നേടിയെടുത്തിട്ടുണ്ട്. ചില പ്രമുഖരെല്ലാം തന്നെ ഇനിയും 100 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പാടുപെടുമ്പോഴാണ് ലാലേട്ടൻ 100 കോടിയല്ല 200 കോടി രൂപയ്ക്ക് മുകളിലുള്ള രണ്ട് സിനിമകളിലൂടെ മാത്രം തിയേറ്റർ ഷെയർ കടത്തിയിരിക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ലാലേട്ടൻ നേട്ടങ്ങളുടെ അപ്ഡേറ്റുകൾക്ക്.